എടത്തല പഞ്ചായത്ത് 25-ാം വാർഡിൽ നമ്പിപറമ്പിൽ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. റോഡിന്റെ തകർച്ച ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവന് ഭീഷണിയാകുന്നു. റോഡിന്റെ തകർച്ച കാരണം ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവാകുന്നു. ഓട്ടോറിക്ഷ വരെ വരാൻ മടിക്കുന്ന ഇടമാണിത്. മറ്റു ആവശ്യങ്ങൾക്കായി ഇങ്ങോട്ട് ഓട്ടം വരുന്ന ഓട്ടോറിക്ഷ ആളുകളെ മെയിൻ റോഡിൽ ഇറക്കിയിട്ട് പോകും. കൂലി മുഴുവനും നൽകേണ്ട ഗതികേടിലാണ് ഈ നാട്ടുകാർ. അപ്പോൾ ഫോണിലും വിളിച്ചു പറഞ്ഞ് നേരിൽ കണ്ട് ഇവിടെ അയൽക്കൂട്ടം കൂടിയ സമയത്തൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കാശ് സാങ്ഷനായിട്ടുണ്ട്, റോഡ് ഞങ്ങൾ ഉടനെ റെഡിയാവുന്നുണ്ട് വർഷങ്ങളായി പറയണം. അപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കാൻ ഇടിഞ്ഞു. ഒരു വണ്ടി ഒന്നും കരോട്ട് പോകാനാ പലരും ഇപ്പോൾ വീണ് ടൂ വീലറായിട്ട് വീണ് ഇവിടെ. ആ റോഡായിട്ട് ഒരു വണ്ടി വിളിച്ചാൽ വരില്ല ഞങ്ങളുടെ വീട്ടിലോട്ട്. റോഡിന് ഇത് മോശം കണ്ടു പറയും വണ്ടി വരങ്ങി വരില്ല, ഞങ്ങളുടെ റോഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒരു കച്ചവടക്കാരാ ആരും വരാറില്ല. ഞങ്ങൾ ദുരിതമാകെ ഞങ്ങൾക്ക്. എന്തൊക്കെ പറയാനുള്ള അതിനെ പറ്റി വാർഡ് മെമ്പറുടെ അടുത്ത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങളും നമ്മള് വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞു. എല്ലാം ശരിയാവും, അടുത്ത ഫണ്ടിൽ വെച്ചിരണമെന്ന് പറയണ്. പക്ഷേ ഇവിടെ എന്റെ വീട്ടിലെ പേരക്കുട്ടികളുണ്ട്, അംഗൻവാടി പോണ പിള്ളേരെ ഞാൻ ഇവിടെ നടത്തി കൊണ്ടുപോയിട്ട് അവിടെ മോടി കൊണ്ടുപോയിട്ട് ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ടൂ വീലറിലൊട്ടും പറ്റില്ല. ടൂ വീലറാണ്, അതിലൊട്ടും പറ്റൂല. അപ്പൊ അത് മോളില് നിർത്തിയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാം. അംഗൻവാടിയിൽ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാണ്. ഒറ്റപ്പെട്ട രീതികൾ കിടക്കാറ് ആരും തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഞങ്ങള് മോളിൽ ഞങ്ങളെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നടന്നാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നത്. ഒരു സുഖം രണ്ട് കാലിലും വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് കരോട്ട് കയറ്റണം. അത് കൊച്ചു മക്കളെയൊക്കെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോകണ ഒരു കണക്കിന് ഞങ്ങൾ സ്കൂൾ വരെ എത്തിക്കണം. ആ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ല അവിടെ. റോഡ് പലവട്ടം പറഞ്ഞു നോക്കി, മെമ്പറും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. വോട്ട് വയ്ക്കാൻ വേണ്ടി അവർ 24 മണിക്കൂർ വീട്ടിലോട്ട് വരുവാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. ചിലപ്പോ ഉരുണ്ടോ മരിച്ചു പോയാ ഈ കാണൊന്നും എടുക്കൂല. ഏറ്റവും വലിയ വണ്ടി വിളിച്ചു വരില്ല, അതാണ് ഏറ്റവും വണ്ടിയോട്ട് ഇവിടെ കയറിയില്ല. അപ്പൊ ഇത്രയും വേഗം വണ്ടി റോഡ് മാറ്റി കിട്ടും ഞങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഓട്ട് കയ്യാൽ തരാൻ ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ ശരിയായിട്ടില്ല. ഞാൻ ഓട്ടൊന്നും ഇടൂല, ഒന്നും ചെയ്യൂല. ഞങ്ങൾക്ക് കയറിയാണെങ്കിൽ നടക്കണ്ടേ? അപ്പൊ നിങ്ങളെ തലയിട്ട് ആച്ചാരൊന്നും പറയാതെ വേഗം നന്നാക്കി കിട്ടണം. റോഡ് നന്നാക്കാൻ നാട്ടുകാർ വാർഡ് മെമ്പറോട് പലതവണ പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ ഭാഗത്തുള്ള 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് താമസിക്കുന്നത്. അസുഖം ബാധിച്ചവരെ കൊണ്ടുപോകാനാണ് ഏറെ പ്രയാസപ്പെടുന്നത്. റോഡിന്റെ തകർച്ച മാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.